ആ ഈ തുണിയൊന്നും വേറെ വാങ്ങിയില്ലല്ലോ. ഏ മോളെ, അത്യാവശ്യം വേണ്ടത് ബ്രിഗേഷിന്റെ കൂടെ പോയി വാങ്ങിക്കാം കേട്ടാ. ഇന്നലെ തിരക്കിന്റെ ഇടയിൽ അടുത്ത കാര്യം പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? ഇന്ന് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്. ഉമ്മക്കില്ലേ ഇന്ന് അങ്ങോട്ട് പോവാം. എനിക്ക് വേണം. ഓള് കഴുത്തിലും കാതിലും ഒന്നും ഇല്ലാണ്ട് എങ്ങനെയൊന്ന് പുറത്തേക്ക് പോവാ? നീ എന്റെ ചെയിന് ഒരു ഓക്ക് കൊടുത്താളി. അത് വേണം അമ്മ. വേണം. ഓളെ സ്വർണ്ണം എല്ലാം പൊരയിൽ വച്ചിട്ടല്ലേ വന്നിക്കുണ്ടാവുക. അതുകൊണ്ട് നീ അത് ഒരു ഓക്ക് കൊടുത്താളി. അതിന് പണക്കന്മാരെ അതെടുത്ത് വരുമ്പോഴേക്ക് കുറെ കാലാവൂലേ? അതൊന്നുമില്ല. ഓ, അതുകൊണ്ട് നീ ഇപ്പം ആ ചെയിന് ഒരു ഓക്ക് കൊടുത്താളി. എടുത്തി എന്നാ മാല. வேணாம், நீங்களே வச்சுக்கோங்க, நான் அது போட மாட்டேன். അയ്യോ, അല്ലാണ്ട് കൊടുക്കാൻ മടിച്ചിട്ടല്ല. പോയേ പാട്. എന്നാലും നമ്മളെ സെക്രട്ടറി വനജ ഓൾ ഉഷാർ തന്നെയാട്ടാ. ഓളൊരാണെന്നെയാ. ഓള് ഒറ്റയ്ക്കെന്നെല്ലാം ചെയ്യിപ്പിച്ചില്ലടോ. നമ്മുടെ ബ്രിഗേഷിന് എങ്ങനെ ഇത്ര സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടിയേ? നമ്മുടെ കോളനിയിൽ ഏറ്റവും സുന്ദരി നമ്മുടെ ജിഷയല്ലേനോ? എല്ലാരും പറയുന്നുണ്ട് ഓളെ ബേക്കൊന്ന് കാണണം. എന്റെ അമ്മോ, അതല്ല ഓളെ മുടിയേ മുടി. നാട്ടിൽ എത്ര ആമ്പിള്ളേരുണ്ട്. സർക്കാർ ഉദ്യോഗയിലായിട്ട് പെണ്ണിട്ടാണ്ട് ചേക്കന് കിട്ടിയ പെണ്ണ് എന്ത് ചന്ത അല്ല ജിഷേ? എനിക്കറിയില്ല. ഇതിപ്പോ കൊടുവത്തി എനിക്ക് ആപ്പത്തി കിട്ടിയ വിലയായി പോയി. ഉറക്കൊക്കെ എങ്ങനെ ഉണ്ടേനു? ഓള് പറഞ്ഞത് എനിക്ക് തിരിഞ്ഞിക്ക. ചേച്ചിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവും കേട്ടാ. ഓ, അല്ല കവിത, ഇങ്ങനെ ഒരു പെണ്ണുണ്ടായിട്ട് അതിന്റെ ആങ്ങളെ ലോകം മുഴുവൻ പെണ്ണ് കാണാൻ പോയെ. എത്ര പൈസ അവൻ കൊടുക്ക് കൊണ്ടുപോയി കളഞ്ഞേ. അതന്നെ അതന്നെ. ബബിതേ, ആടെ കുത്തി തിരിഞ്ഞ് കട്ടിങ് പോരി. അയാള് പോന്നെ. ബൈ. ഇതെന്താ ഇത് കൊട്ടിക്കില്ലേ? അത് കൊടുക്കണം പറഞ്ഞ് ബ്രിഗേഷിന് പിടിച്ചേക്കില്ല. നമുക്ക് അത്ര സുഖം നോക്കാലോ. ചേച്ചി ഇതിനെത്രയാ? ഇതിന് 998. ഇത് മുന്താണിയാണ്. ഇതിന് ബ്ലൗസ് പീസ്. നമ്മളെ ആൾക്കാരാ നല്ല നോക്കി കൊടുക്കണേ. ഇതിലേതാടാ നല്ലതല്ലാത്തത്? എന്തിനു ചേച്ചി ആ പിങ്ക് ഒന്ന് എടുക്കോ? മുളക് ഒന്ന് അപ്പുറത്തേക്ക് വന്നേ. ചേച്ചി ഒരു മിനിറ്റ്. ഓക്കെ, ഡിസ്കൗണ്ട് ആക്കിക്കണേ. ഇതെന്തെല്ലാം വെള്ള കളർ എടുത്തു വെച്ചേ? எனக்கு இதுதான் பிடிக்கும். അത് പറ്റൂല. പൈസയും കൊടുത്ത് എല്ലാം വെള്ള കളർ എടുത്തൊക്കെ നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടാ? எனக்கு இது போதும். അതെങ്കിൽ അത്. ചേച്ചി ഇതിന് പറ്റിയൊരു സ്കേർട്ട് എടുത്തേ. റെഗുലർ പോരെ? ആ മതി. ചേച്ചി ആ ബ്രായും കൂടി എടുത്തോട്ടാ. ഏതാ സൈസ് വേണ്ടത്? தெரியாது. പാഡ് ഉള്ളത് വേണം. ഇതൊന്ന് നോക്കിയേ. ചേച്ചി 32 മതിയോ? എടുത്തി തമിഴാ. எதுக்கு இதெல்லாம்? இதெல்லாம் எனக்கு வேணாம். അതെന്തെങ്കിലൊന്നും കാണാത്ത പോലെ ചോദിക്കുന്നു. எங்க ஊர்ல வேற மாதிரி சேலை கட்டும். ഇത് കൊല്ലം 2022 ഷഡ്ഡിമേലും റേസർമേലും ഓരോ കമ്പനി എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നടത്തുന്നത്. നിങ്ങൾ ഇപ്പോഴും ചേല പറ്റലാ? വാ ചേച്ചി അതിലൊന്നും എടുത്തു വെച്ചേ. തമിഴ്നാട്ടിലെ ഏതോ കുഗ്രാമത്തിലെ നിങ്ങളെ വീട്. എന്തൊക്കെ ആചാരങ്ങളല്ലേ. ഇതിലോക്കിടാ. എടുത്തി എന്ത് പറ്റിയേ? அதெல்லாம் நான் சாப்பிட்றதில்ல. അത്രയുള്ളോ? എന്നാ ഏട്ടന് കുറെ പൈസ ലാഭിക്കാലോ. എന്താ ഓള് ചിക്കൻ നിന്നാത്ത കാര്യം എനിക്ക് അറിഞ്ഞുവിടാനോ? അതിന് ഞാളെ ഒരുമിച്ച് ചിക്കൻ കഴിച്ചിട്ടില്ലല്ലോ. 1.5 കൊല്ലം കോയമ്പത്തൂർ ഞങ്ങളോട് ഒരുമിച്ചാന്നല്ലേ പറഞ്ഞേ? അതിന് 6-7 മാസമല്ലേ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടുള്ളൂ. എൻ്റെ അളിയ ബാക്കിയൊക്കെ വാട്സാപ്പിനകത്തുള്ള കളിയല്ലായിരുന്നു. വാട്സാപ്പിൽ എന്ത് കളി? ഉള്ളി കച്ചവടം. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. സാപ്പിടുங்க. മധവേട്ട്
നിങ്ങളെവിടെയാണ് തീവണ്ടി ഓടിച്ചോണ്ട് പോന്ന്? ഓഹോ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തേടി പോന്നേരിക്കും അല്ലേ? അല്ല ഉച്ചപ്പെട്ടൻ ലോട്ടറി അടിച്ചെന്ന് കേട്ടിക്ക്. ഈ അഞ്ചെണ്ണത്തിന്റെ കെട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ജന്മം കിട്ടൂലേ മാധവേട്ടാ? പെങ്ങന്മാരിങ്ങനെ ഉപ്പിലിട്ട് വെച്ചങ്ങള് കളക്ടർ വരി പൊക്കട്ടെ. അങ്ങോട്ട് ദാ, നല്ല പോസ്റ്റർ അല്ലേ? എടുത്തി വേമ്പ ആ ഫോണിലെ കാണിച്ചാലേ ഇപ്പൊ തുടങ്ങിക്കുള്ളൂ. കേറി കേറി നീ ഫസ്റ്റ് പോള്. പോരാട്ടത്തിന്റെ മണി മുഴങ്ങിക്കഴിഞ്ഞു. കോബ്ര സ്റ്റെപ്പുമായി രാജേഷ് പമ്പിനെ പാട്ടിലാക്കാൻ ചെയ്യാം. വീറിന്റെ വാശിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന നിമിഷങ്ങളാണിത്. മിന്നൽ വേഗത്തിലാവും മണിയും തിരിച്ചടിയും. ഓതിരം, കടകം, മറകടം. സുമംഗല എന്തെന്നാ? സുമംഗല, രാജ്ഭവന്റെ രാജാങ്കണത്തിൽ സുമം എന്തെന്നാ പ്രശ്നം? ഒന്നുമില്ല. എടുത്തി നിങ്ങൾ സിനിമയും കാണില്ലേ? നിങ്ങൾ നാട്ടിലിനി അതുമില്ല? ദയവസെഞ്ച് എന്നെ കൊഞ്ചം വിടുறீங்களா? എന്താ ഇത്? ഇവരിത് ഏത് ലോകത്തുനിന്ന് വരുന്നേ? ഓള് സിനിമ കാണലെല്ലാം ഉണ്ട്, വന്നിക്കല്ലേ ഉള്ളൂ, സെറ്റ് ആവട്ടെ. എന്നാ പിന്നെ നിങ്ങൾ പുറത്തിരുന്ന് സെറ്റാക്ക്. എനിക്ക് സിനിമ കാണണം. ആ സിനിമ കഴിഞ്ഞിട്ടുണ്ടോ? ഞാള് പുരയിലേക്ക് പോവേ. ആ അടങ്ങി പോ. സുമംഗല ഓര് പോയി. ബ്രിഗേഷ് ശരിക്കുള്ള പ്രേമിച്ചിട്ടുണ്ടെന്ന് തന്നെയാ അങ്ങനെയാണല്ലോ പറയുന്നത്. ഇന്റെ ആങ്ങളില്ല സാധനം നടത്തും നിങ്ങളപ്പരല്ലേ. ഓക്ക് എന്തോ ഒരു എരിഞ്ഞോരെ തിരിയാത്ത കളിയുണ്ട് കേട്ടാ. സിനിമ ടാക്കീസ് കണ്ടിക്കില്ല പോലും. ചിക്കൻ കാണുമ്പോൾ ഛർദിക്കാൻ മുട്ടല്. വെജിറ്റേറിയൻ ആയാലെന്തേ ചിക്കൻ കാണുമ്പോൾ ഛർദിക്കണം. ഓല് വെള്ളസാരിയ പോലും ഉടുക്കല്. പിന്നെയില്ലേ ബ്രേസറിന് പോലെ കച്ച പോലും കെട്ടല്. ഓക്കോള് ഷഡ്ഡിയുടെ സൈസ് പോലും അറിയില്ലാന്ന്. അതല്ല, തുണിക്കടയിൽ പോയപ്പോ ഓള് പറയും ഓക്ക് ഇതൊന്നും ശീലമില്ലാന്ന്. ചവിട്ട് സൂപ്പർ. എന്താ എന്ത് പറ്റിയതാ? ഒന്നുമില്ല, ഒന്ന് സ്ലിപ്പായതാ. നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുടുംബശ്രീ പൈസ അടക്കുന്നത്. അല്ലാണ്ട് നാട്ടിൽ പണിക്ക് പോലത്തെ പിള്ളേർക്ക് പെണ്ണെണ്ണം പോവാനോ ബ്രോക്കർ കൊടുക്കാനൊന്നും കുടുംബശ്രീന്ന് പൈസ കൊടുക്കൂല. അതെന്താ സാറല്ലേ എന്നെ തന്നെ നോക്കി പറയുന്നേ? നിങ്ങളെ നോക്കി പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുന്ന കൂട്ടിക്കോളി. ബ്രിഗേഷിന്റെ ഉറപ്പ് കൊടുക്കല്ലേ ഞാൻ കുറച്ച് പൈസ വാങ്ങിക്കുന്നുള്ള നേരി തന്നെയാ. ഓൻ 5ന്റെ പൈസ അടച്ചിട്ടില്ലെങ്കിലോ ആഴ്ചക്കാഴ്ചക്ക് ഞാൻ കുടുംബശ്രീ പൈസ അടക്കുന്നില്ലേ. വനജച്ചിന്റെ പിള്ളേരൊന്നും ഇതുവരെ പലിശയും കൂടെ അടച്ചിട്ടില്ല. അതുകൊണ്ട് എന്താ കുടുംബശ്രീയുടെ ഫണ്ടിലും പൈസയില്ല. യശോദേ, ഇനി അങ്കൻവാടി ആയല്ലേ. ഞാൻ നമ്മളെ നാട്ടിലെ ചെക്കന്മാർക്ക് കല്യാണം ആലോചിക്കുന്നത് അങ്കൻവാടിയിലെ പിള്ളേരെ കിട്ടാൻ വേണ്ടി കൂടി തന്നെയാണ്. ദാസമാഷിനെ മനീഷിനെ മാതിരി വലിയ പലിശയ്ക്ക് പൈസ കൊടുത്തിട്ട് ഓരോ പേരെ പോയി ഭീഷണിപ്പെടുത്താൻ നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മളെ പിള്ളേരല്ലേ, ഓരെന്തല്ലെങ്കിൽ നാളെ തിരിച്ചടക്കൂടൂ. അടക്കും. എന്നാ പിന്നെ നമുക്കൊന്ന് നോക്കാല. നമ്മളെ നാടിന് തനതായ ഒരു സംസ്കാരമുണ്ട്, ഒരു രീതിയുണ്ട്. അതന്നെ. എല്ലാവരും നിർത്തിക്കളാ മതി. ആ കുട്ടി കണ്ടാ മോശാ. ഓള് കണ്ടാലെന്താ, എന്നായാലും ഓള് ഇതൊക്കെ കണ്ടല്ലേ. ഇതാ പുതുപ്പെണ്ണ് വാവ നോക്ക്. മീറ്റിങ്ങിന് വഴക്കൂടുന്നൊരു ശീലാക്കിയില്ലേ? വാങ്ങ് വാങ്ങ് വാങ്ങ്. എന്താ ബബിത ഓക്ക് കൊടുക്ക്. ഓരോന്ന് പറഞ്ഞ് അടികൂടാൻ വേണ്ടിയിട്ടില്ല മീറ്റിംഗാന്ന് വെക്കുന്നത്. അതിവിടെ സ്ഥിരമുള്ളതാ. കൊണ്ട നമുക്ക് അമ്മയുടെ അടുത്ത് പോവാ.